ഈശോ മിശിഹായിലും പരിശുദ്ധാമ്മയിലും ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ, ദരഹാകാലത്തിൻ്റെ 3-ാം ഞായറാഴ്ചയിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ. ഈ ഞായറാഴ്ച വായനകളിൽ 4 വായനകളിലും പൊതുവായ ഒരു തീമുണ്ട്. അത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ്. 1-ാം വായനയായ നിയമാവർത്തന പുസ്തകത്തിൽ മോശ തൻ്റെ പിൻഗാമിയായി ജോഷുവയെ ദൈവം തെരഞ്ഞെടുത്ത കാര്യം ജനത്തെ അറിയിക്കുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. 2-ാം വായനയിൽ യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്യുന്നത് ദൈവം തൻ്റെ സ്വന്തം ജനമായി ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത കാര്യമാണ്. 3-ാം വായനയിൽ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ വെളിപ്പെടുത്തി തിരഞ്ഞെടുക്കപ്പെട്ടവനായ തൻ്റെ ജീവിത മനോഭാവം എന്താണ്. 4-ാം വായനയിൽ സുവിശേഷത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന രംഗം ആണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിനെ ഒരുക്കമായി ഈശോ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നുണ്ട്. ഒരുപാട് ജനം കടൽത്തീരത്ത് അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവരെപ്പറ്റി പറയുന്നത് യൂദ, ജെറുസലേം, ഇദമയ എന്നിവിടങ്ങളിൽ നിന്നും, ജോർദാൻ്റെ മറുകരയിൽ നിന്നും, ടൈർ, സീദോൻ എന്നിവ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ തമ്പുരാൻ്റെ പക്കൽ ഒരുമിച്ചുകൂടി. ഇത് ഒരു പ്രത്യേക സിംബോളിസമാണ്. അതായത് എല്ലാ നാടുകളിൽ നിന്നും ആളുകൾ ഈശോയുടെ അടുക്കിലേക്ക് വരുന്നു. എല്ലാ ജനപദങ്ങളിൽ നിന്നും മനുഷ്യർ കർത്താവിനെ കേൾക്കുവാനും കാണുവാനും വരുന്നു, ഇനി വരികയും ചെയ്യും എന്നുള്ളതിന് തെളിവാണ്. ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കുന്ന നമുക്ക് നൽകുന്ന മനോഹരമായൊരു പാഠമുണ്ട്. ഒരു പക്ഷേ നമ്മുടേതായ ജീവിത സാഹചര്യങ്ങളിലൊക്കെ കർത്താവിനെ പറ്റി പറയാൻ നമ്മൾ പലർക്കും ലജ്ജയാണ്. ക്രിസ്ത്യാനിയാണെന്ന് പറയാനും ഈശോയിൽ വിശ്വസിക്കണമെന്ന് പറയാനുമൊക്കെ പലപ്പോഴും നമുക്ക് ലജ്ജയാണ്. അതിന് കാരണം പലരും പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഈശോയെ പറ്റി പറഞ്ഞാലും സുവിശേഷം പറഞ്ഞാലും ഇത് കേൾക്കുന്ന ആളുകളുടെ മനോഭാവം എന്തായിരിക്കും? അവരിതിൽ വിശ്വസിക്കുമോ? അതോ തമാശയായിട്ടൊക്കെ അവർക്ക് തോന്നാമോ? അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെയൊക്കെ പ്രവർത്തികളിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് സ്വാധീനം ചെലുത്താം. അങ്ങനെയുള്ളവർക്കുള്ള ഒരു മറുപടിയാണ് ഇവിടെ കിടക്കുന്നത്. എല്ലാ ജനപദങ്ങളെയും സകല മനുഷ്യരെയും കർത്താവ് തന്നിലേക്ക് ആകർഷിക്കും. അതുകൊണ്ട് സുവിശേഷം പറയാൻ ധൈര്യപ്പെട്ടാൽ മതി. ഒരു തരി പോലും നമുക്ക് ലജ്ജ തോന്നുക, ഭയം തോന്നുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ പറഞ്ഞാൽ മതി. ബാക്കി ആളുകളെ ആകർഷിക്കുക എന്നുള്ളത് തമ്പുരാൻ ചെയ്യേണ്ട കാര്യമാണ്. അത് ദൈവം ചെയ്യും. കാരണം എല്ലാ മനുഷ്യർക്കുമുള്ള സദ്വാർത്തയാണ് സുവിശേഷം. ഈശോയെ പറ്റി പറയാൻ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈശോയെ വെളിപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് ലജ്ജിക്കേണ്ട കാര്യമില്ല. നമുക്ക് ധൈര്യപ്പെടാം. കാരണം നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ മതി, ബാക്കി ഈശോ ചെയ്തോളും. ഈശോ ഇവിടെ 12-ാം വാക്യത്തിൽ അശുദ്ധാത്മാക്കളോട് ഈശോ കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. താൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തരുതെന്ന് അവയ്ക്ക് കർശനമായി താക്കീത് കൊടുക്കുന്നു. ഒരു വായനക്കാരൻ ഒരുപക്ഷെ സംശയം തോന്നാം, എന്തുകൊണ്ടായിരിക്കാം ഈശോ തന്നെ വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞത്? അതിന് കാരണം, ഈ ഒരു സാഹചര്യത്തിൽ ജനം കർത്താവിനെ വെളിപ്പെടുത്തിയാൽ, ജനമോ പിശാചുക്കളോ ആരുമാവട്ടെ കർത്താവിനെ വെളിപ്പെടുത്തിയാൽ, കർത്താവിനെ പറ്റി പൂർണ്ണമായ ഒരു അറിവ് ഈ ഒരു സാഹചര്യത്തിൽ ജനത്തിനില്ല. ജനം കാണുന്ന ഈശോ ഒരു അത്ഭുത പ്രവർത്തകനാണ്, പിശാചുക്കളെ പുറത്താക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈശോയെ പറ്റി ജനം വെളിപ്പെടുത്താൻ പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള അറിവ് അതല്ല. ആ അറിവ്, ഈശോ ആരാണെന്നുള്ള കൃത്യമായ ഒരു അറിവ് കിട്ടുന്നത് ഈശോയുടെ പീഡാസകന മരണ ഉത്ഥാനങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് തന്നെ ഈ സാഹചര്യത്തിൽ വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ, ഈശോയെ പൂർണ്ണമായിട്ടും അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈശോയെ വെളിപ്പെടുത്തേണ്ടത്. വീണ്ടും 13-ാം വാക്യം മുതൽ മനോഹരമായ ഈശോയുടെ തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ് പറയുന്നത്. 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: അവൻ മലമുകളിലേക്ക് കയറി. അത് വളരെ അർത്ഥതലങ്ങളുള്ള ഒരു ചിന്താഗതിയാണ്. അവൻ മലമുകളിലേക്ക് കയറി. ഇത് ശരിക്കും ശിഷ്യത്വത്തിൻ്റെ ഒരു മാറ്റി നിർത്തലിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഈശോയെ പിൻചെല്ലാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തി അവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിൻ്റെ ശിഷ്യത്തിലുള്ള ഒരു വ്യക്തി അവൻ ഇനിമേൽ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ പറ്റില്ല. മറ്റുള്ളവരെ പോലെ
നുണ പറയാൻ പറ്റില്ല, കുറ്റങ്ങൾ പറയാൻ പറ്റില്ല, തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ സെപ്പറേറ്റഡാണ്. അതായത് ഡിസേബിൾഷിപ്പ് ഇപ്പോഴും ഒരു സെപ്പറേഷനാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും കർത്താവിന് വേണ്ടി നമ്മളെ മാറ്റി നിർത്തുന്നു. അത് പുരോഹിതരോ സമർപ്പിതോ ഈശോയുടെ അൽമായരോ ആരുമാവട്ടെ, ജനം ജീവിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ജനമെന്ന് പറഞ്ഞാൽ ഈശോയെ അറിയാത്ത വിജാതീയർ ജീവിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും ഒരു സെപ്പറേഷനുണ്ട്. കർത്താവിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവനാണെന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, 14-ാം വാക്യം ഇങ്ങനെയാണ്: തന്നോടുകൂടി ആയിരിക്കുവാനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും വിശ്വാസികളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഇതൊരു കൗതുകകരമായ കാര്യമാണ്. തന്നോടുകൂടി ആയിരിക്കുക, പ്രസംഗിക്കാൻ അയക്കുക, ഇത് രണ്ടും കൂടെ ഒരിക്കലും സാധിക്കില്ല. കാരണം കൂടെ ആയിരിക്കുന്ന ഒരാൾക്ക് പ്രസംഗിക്കാൻ അയക്കപ്പെടാൻ പറ്റില്ല. ഒരേ സമയം 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ മാനുഷികമായി നോക്കുമ്പോൾ. പക്ഷെ ഇവിടെ വളരെ വലിയ ഒരു കാര്യമുണ്ട്. ഈശോയെ പറ്റി പറയണമെങ്കിൽ ഈശോയുടെ കൂടെ ആയിരുന്നേ പറ്റുള്ളൂ. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് കൃത്യമായി പറയുന്നുണ്ട്. യോഹന്നാൻ 15-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കർത്താവിൻ്റെ കൂടെ, കർത്താവിനോട് ചേർന്നിരിക്കുന്നവർക്ക് കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കാൻ പറ്റത്തുള്ളൂ. അത് നമുക്കൊരു വലിയ ബോധ്യമാവട്ടെ. ഒരിക്കലും ഈശോയിൽ നിന്ന് മാറി എവിടെയോ പോയി പ്രസംഗിക്കേണ്ടതല്ല, അങ്ങനെയുള്ളവരല്ല നമ്മൾ. ഈശോയുടെ കൂടെ ആയിരുന്ന് ഈശോയെ പ്രസംഗിക്കേണ്ടവരാണ്. ഡിസേബിൾഷിപ്പിൻ്റെ 2 കാര്യങ്ങളാണ്. ഈശോയുടെ കൂടെ ആയിരിക്കുക, ആ ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടാവട്ടെ. കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തമ്പുരാനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു ചിന്ത നമ്മളെ ഒത്തിരി ഭരിക്കട്ടെ. ഈശോയുടെ കൂടെ ആയിരിക്കുക, ഈശോയുടെ കണക്റ്റഡ് ആയിരിക്കുക, ഏതൊരു ജീവിത സാഹചര്യങ്ങളും ഈശോയുടെ കണക്റ്റഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 12 പേര് 12 സ്വഭാവ പ്രത്യേകതകളുള്ളവരായിരുന്നു. ഇവിടെയും നമുക്ക് വലിയൊരു പാഠം ഈശോ തരുന്നുണ്ട്. അതായത് മനുഷ്യരുടെ വ്യതിരിക്തതകളെ അംഗീകരിക്കുക. മനുഷ്യൻ പല സ്വഭാവ പ്രത്യേകതകളുള്ളവരാണ്. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും സഭയിലും ഒക്കെയുള്ളവർ പല സ്വഭാവ പ്രത്യേകതകളുള്ളവരാണ്. നമുക്കിഷ്ടമില്ലാത്തവരെ മാറ്റി നിർത്താൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു വലിയൊരു മാതൃകയാണ് ഈ ശിശു സമൂഹത്തെ രൂപപ്പെടുന്നതിലൂടെ ഈശോ നമുക്ക് തരുന്നത്. അവരെ ചേർത്ത് പിടിക്കാം. നമുക്ക് അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ, അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഈശോയുടെ നല്ല ശിഷ്യരായി മാറാം. ഇതാണ് ഇന്ന് ഈശോ നമുക്ക് തരുന്ന വലിയ സന്ദേശം. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ, ഈശോ പറയുന്നത് എന്തോ അത് ചെയ്യുവാൻ, ഈശോയുടെ സ്വന്തം മനസ്സിനിണങ്ങിയ ശിഷ്യരാകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.